എൻ്റെ പ്രിയപ്പെട്ടവർ എന്നോട് ചോദിച്ചില്ലായിരുന്നു അന്ന് ക്ലാസ്സിന് പോയിട്ട് എന്താ ഈ ഗ്രാഫ്റ്റിങ്ങിൻ്റെ ക്ലാസ്സിന്. അപ്പോൾ ഗ്രാഫ്റ്റിങ്ങിൻ്റെ ക്ലാസ്സിന് പോയിട്ട് 2 എണ്ണം ഉണ്ടാക്കി അത് റെഡിയായി ഞാൻ വീഡിയോയിൽ കാണിക്കൂട്ടോ. ഇതിപ്പോൾ ഞാൻ വീണ്ടും ഉണ്ടാക്കുക. ചട്ടിയിലുള്ള ബോഗൺവില്ല ഉണ്ടെങ്കിൽ നമുക്ക് സൂപ്പറായിട്ട് ഉണ്ടാക്കുമല്ലോ. ഒരു ബോഗൺവില്ല കളറുള്ള ബോഗൺവില്ലയിൽ പലതരം കളറിലിരുന്നുണ്ട 4 എണ്ണം ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞു കേട്ടോ. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഇത് പഠിച്ചില്ലെങ്കിൽ A to Z ഞാൻ പഠിപ്പിച്ച് കഴിഞ്ഞു. ഇതേപോലെ നിങ്ങൾക്കും ചെയ്യാം കേട്ടോ. കമ്പ് സയോണൊക്കെ എവിടുന്നും കിട്ടും, കാരണം പ്രൂണിങ്ങിൻ്റെ സമയമാണ് ഇപ്പോൾ. നമുക്ക് വീഡിയോയിലോട്ട് പോവാം കേട്ടോ. പിന്നെ എൻ്റെ പ്രിയപ്പെട്ടവർ ചെയ്യുമെന്ന് എനിക്കറിയാം, എന്നാലും മറന്നു പോവാതെ ഒന്ന് ലൈക്ക് ചെയ്തുകൊണ്ട് കാണണം കേട്ടോ. എന്നാ വീട് കൂട്ടുകാർ, കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും റുക്കിയാസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരുടെ മുമ്പിലേക്ക് വരുന്നത് എന്താണെന്നറിയോ? പൂക്കളെ കാണിക്കും വിളവെടുപ്പ് ഒന്നുമല്ല. ഇന്ന് ഞാൻ എൻ്റെ ബോഗൺവില്ല ഗ്രാഫ്റ്റ് ചെയ്യാം. ഒന്ന് ഗ്രാഫ്റ്റ് ചെയ്ത് വിജയിച്ച് വന്നു. അപ്പം ഞാൻ വേറൊന്ന്, ഇപ്പം നല്ലൊരു ടൈമാണല്ലോ, ഇപ്പം നല്ല തണുപ്പ് മഴയൊക്കെ ഉള്ള ടൈമാണ്. അപ്പോൾ ഞാൻ ഗ്രാഫ്റ്റ് ചെയ്യട്ടെ. അതിൻ്റെ ഗുണം എന്താണെന്നറിയോ? ഇതിപ്പോൾ ഒരു റോസ്, അതിന് പൂവൊക്കെ കഴിഞ്ഞു പോയി. ഇത് റോസ് ചെടിയാണ്. ഈ റോസ് ചെടിമേൽ നമുക്ക് ഓറഞ്ചിൻ്റെ ഒരു തണ്ട് വെക്കണം, വെള്ളൻ്റെ വെക്കണം, പിന്നെ കട്ട ചോപ്പ് വെക്കണം, റോസ് വെക്കും, മറ്റേ വേറൊരു മജന്ത കളർ വെക്കണം എന്ന് വിചാരിച്ച്. എന്നാലും ഇങ്ങനെ തിങ്ങി നല്ല രസമല്ലേ. ഇപ്പം പിന്നെ പൂക്കളൊന്നും ഉണ്ടാവില്ല കേട്ടോ, ബോഗൺവില്ല എപ്പോൾ ഒന്നും ഉണ്ടാവില്ല. ഇതിൻ്റെ മുമ്പ് ഞാൻ എൻ്റെ ചുണ്ടച്ചെടിയിൽ ഞാൻ തക്കാളി നട്ട്. ഇതിപ്പോൾ ചുണ്ടച്ചെടി എന്നതാ, ഇതാണ് ചുണ്ടച്ചെടീൻ്റെ ഒരു ചുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ വടകൊക്കെ ഉണ്ടാക്കുന്ന ഉരുണ്ട്. അതിപ്പോൾ ഇവിടെ കാണിക്കാൻ എൻ്റെ അടുത്തില്ല. അപ്പോൾ ആ തൈ അങ്ങ് കട്ട് ചെയ്തിട്ട് ഞാൻ തക്കാളിൻ്റെ ഒരു പീസ് ഇങ്ങ് എടുത്തിട്ട് വന്ന് ഇവിടെ വെച്ചു. 10 ദിവസമായി വെക്കുമ്പോൾ തെളിഞ്ഞു. ഇത് 10 ദിവസം ഇത് കഴിക്കാനായില്ല. അതൊന്നും കൂടി ഇങ്ങോട്ടും ഇതാവട്ടെ, എന്നിട്ടേ ഇത് കഴിക്കുള്ളൂ. അപ്പോൾ അതുപോലെ ഇതും ഞാൻ അങ്ങനെ ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയൊക്കെ ചെയ്യുന്നത്, ചെടി കട്ട് ചെയ്യുന്നതൊക്കെ ഞങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ചോപ്പിന് ഇവിടുന്ന് കട്ട് ചെയ്യട്ടെ. ഇവിടെ മഴയാ, അത് മഴ കൊള്ളാനാവൂല. എന്താ ഒരു ചോപ്പ് എടുക്കട്ടെ. നിങ്ങൾ പൊട്ടിച്ചങ്ങ് കിട്ടും. നമ്മൾ ശരിയാക്കുമോ? ഒരു ചോപ്പ്, ഇനി ഒരു മജന്ത, ഈ കളറൊന്ന് ഒക്കെ പൊട്ടിച്ചിങ്ങ് എടുക്കട്ടെ. ബോഗൺവില്ലമേലെ തൊടുമ്പം തന്നെ ഭയങ്കര മുള്ള. ഇത് ഒന്നുകൂടി എടുക്കുക, കാരണം നല്ലത് നോക്കി പൊട്ടിക്കുക, നല്ലത് നോക്കി എടുക്കുക. ഇവിടുന്ന് അങ്ങ് പോകുമ്പേ നല്ലത് എടുക്കുക. ഇനി നമുക്കൊരു ഓറഞ്ച് കിട്ടണം, ഓറഞ്ചും റോസും ഒക്കെ കിട്ടണം. മഴയാ, സഹിക്കാനാകുന്നില്ല. ഇതിപ്പോൾ എൻ്റെ അടുത്തുള്ള ബോഗൺവില്ലൻ്റെ ചട്ടിയിൽ നട്ടതായത്. ഇതിലിപ്പോൾ ഒറ്റ കളറേ ഉള്ളൂ കേട്ടോ, റോസ് കളർ മാത്രം. ഇനി ഞാനിതിന് പല വർണ്ണങ്ങളിലുള്ള പൂക്കളാക്കി മാറ്റും. ചട്ടിയൊന്നും ഇപ്പങ്ങൾ നോക്കണ്ട, ഞാൻ ആളായി വന്ന് കഴിഞ്ഞിട്ട് ചട്ടിയൊക്കെ മാറ്റി കുറച്ച് വലുതാക്കി എടുക്കും. ഇനി ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഇതൊക്കെ ഒന്ന് വെട്ടിപ്പോക്കണം. ഞാൻ കത്തിയോട് ഇങ്ങനെ ചെയ്ത് വെക്കുമ്പോൾ ഭയങ്കര സമയമെടുത്തു. അപ്പം പിന്നെ വീഡിയോ നീണ്ടുപോകും. അതെല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി ഈ കത്തിയോട് വൃത്തിയാക്കുന്ന നല്ല വൃത്തിയാക്കണം ഇതിൻ്റെ പിന്നെ കത്തി നല്ല വൃത്തിയുള്ളതായിരിക്കണം കേട്ടോ. അങ്ങനെ ഈ പണിയെടുക്കുമ്പോൾ നമ്മൾ ഇപ്പം ബോഗൺവില്ലൻ്റെ ഈ ഒരു സംഭവത്തിന് ഈ പറയുന്നത് റൂട്ട് സ്റ്റോക്ക് കേട്ടോ. ഗ്രാഫ്റ്റിങ്ങിന് അങ്ങനെ കുറേ പേരുകളൊക്കെ ഉണ്ട്. ഇതിപ്പോൾ റൂട്ട് സ്റ്റോക്കാണ്. ഇത് നമ്മൾ എടുത്തല്ലോ, ഇത് അപ്പുറത്തുനിന്ന് കൊണ്ടുവന്ന ഈ തണ്ടിന് പറയുന്നത് സയോൺ എന്നാണ്. ഇപ്പോൾ റൂട്ട് സ്റ്റോക്കിലേക്ക് സയോൺ ഇറക്കി വെച്ച് പ്ലാസ്റ്റിക് കൊണ്ട് കെട്ടുന്നതാണ് ഈ ഗ്രാഫ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ. ഇത് നമ്മൾ പഠിക്കാൻ പോകണമെന്നൊന്നുമില്ല. ഞാൻ ചെയ്യുന്നത് നോക്കി നിങ്ങൾ പഠിച്ചാൽ മതി. ഇപ്പം നല്ല ടൈമാണ്. നിങ്ങളെ വീട്ടിലുള്ള ബോഗൺവില്ലയ്ക്ക് പല കളർ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നാളെ തന്നെ ചെയ്ത് നോക്കണം കേട്ടോ. ഒരു കമ്പ് പൊട്ടിച്ചിങ് എടുത്താൽ മതി. ഭയങ്കര ഒരു പേടിയാകും ഗ്രാഫ്റ്റിംഗ് ഞാൻ ചെയ്താൽ നന്നാവുമോ എന്നൊക്കെ ഓരോരുത്തർക്ക് കിട്ടോ. ഒരു പേടിയും പേടിക്കണം, എല്ലാവരും നന്നാവും. എന്നാൽ വരി നമുക്കിനി തുടങ്ങാം. ഇപ്പോൾ റൂട്ട് സ്റ്റോക്കും സയോൺ ഇവിടെ റെഡിയായി കഴിഞ്ഞു, വൃത്തിയുള്ള കത്തിയും ഇവിടെ റെഡിയായി കഴിഞ്ഞു. പിന്നെ പ്ലാസ്റ്റിക്കിൻ്റെത് വേണോ? പ്ലാസ്റ്റിക്കിൻ്റെ കൊണ്ട് ഇങ്ങനെ കെട്ടണം, വലിഞ്ഞ് കെട്ടണം, വായു കിടക്കാത്ത രീതിയിൽ, വെള്ളവും കിടക്കരുത്. പിന്നെ കട്ട് ചെയ്ത് കൊണ്ടുവരുന്നത് നമ്മൾ പുറത്തുനിന്ന് കൊണ്ടുവരുന്നതിൻ്റെ പേരാണല്ലോ സയോൺ. അപ്പോൾ ഈ സയോണിൻ്റെ വണ്ണവും ഇതിൻ്റെ വണ്ണവും ഒരേ, എന്നാലേ അത് ചേരുള്ളൂ. ഈ തണ്ട് ഇപ്പോൾ കുറച്ച് വണ്ണമല്ലല്ലോ, അപ്പോൾ ഞാൻ ഈ വണ്ണമുള്ളത് എടുത്തു.
ഇത് കുറച്ച് വണ്ണം കുറവല്ലേ, അപ്പോൾ ഇതിന് ചേരുന്നത് ഇതേ വണ്ണത്തിലുള്ള കനത്തിലുള്ളത് നമ്മൾ എടുത്തു. അങ്ങനെ എടുത്താലേ ഇത് ചേരുള്ളൂ. പിന്നെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, നമ്മളിതിപ്പോൾ ഇങ്ങനെ ബ്ലേഡ് കൊണ്ട് ഇങ്ങനെ ചീന്തി വി ആകൃതിയിൽ ഇവിടം വരെ അങ്ങോട്ട് ഇറക്കി വെക്കലാട്ടോ. നമ്മളെ ഈ വിരലില്ലേ, 2 വിരലിൻ്റെ വീതി ഇതാ, ഈ വീതി ഇതാ, ഈ വീതി ഇത്ര വീതിയിൽ ഇങ്ങനെ അങ്ങോട്ട് ചീന്തി ഇങ്ങോട്ട് വി ആകൃതിയിൽ ഇങ്ങനെ ആക്കി വെക്കുക. പിന്നെ ഇത് ഈ സയോണല്ലേ, ഈ പീസ് നമ്മൾ ഇങ്ങനെ ഇറക്കി വെക്കുമ്പോൾ ഈ അറ്റവും ചെത്തിപ്പോക്കണോ, ഈ അറ്റവും 2 അറ്റവും. പിന്നീട് ശ്രദ്ധിക്കേണ്ടത്, ഈ അറ്റവും 2 അറ്റം ചെത്തിപ്പോക്കിയാലും അപ്പുറത്തുള്ള അത് തൊലി അവിടെ നിൽക്കണം. ഈ തൊലിയും തമ്മിലാണ് യോജിക്കുക. അപ്പോൾ തൊലി കളഞ്ഞിട്ട് ഇതിൽ വെച്ചിട്ട് ഉണ്ടാവില്ല. അപ്പോൾ നമ്മളിങ്ങനെ ഇറക്കി വെക്കുമ്പോൾ ഇവിടെയും ചെത്തിപ്പോക്കും. ഇവിടെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് അങ്ങനെ തന്നെ ചെയ്യാം. അപ്പോൾ ശ്രദ്ധിക്കും, പേടിയാണ് ചെയ്യാനാവുമോ എന്നൊക്കെ ഉള്ളതില്ലേ. ഈ അറ്റും ഇങ്ങനെ ചെത്തിപ്പോക്കുക, ഈ അറ്റും ചെത്തിപ്പോക്കുക, ഇവിടുത്തെ തൊലിയും അവിടെ നിൽക്കുക. അത്രമാത്രം ശ്രദ്ധിച്ചാൽ മതി. എന്നിട്ട് പ്ലാസ്റ്റിക് കൊണ്ട് വരിഞ്ഞ് കെട്ടി ഒരു സൈഡിലേക്ക് അങ്ങ് വെച്ചാൽ 100-ൽ 100 അങ്ങനതും വിജയിക്കും. നമ്മൾ ചെയ്യാൻ തുടങ്ങാം കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഈ സയോണ് ചെത്തുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം. എന്താ ഇങ്ങനെ അങ്ങ് ചെത്തുക. പിന്നെ ഈ അറ്റത്ത് ഈ സൈഡിലുള്ള തൊലിയും ഈ സൈഡിലുള്ള തൊലിയും അവിടെ വെക്കണം. അങ്ങനെയാണ് ചെത്തേണ്ടത്. എന്നിട്ട് നമ്മളങ്ങ് ഇറക്കി വെക്കുക. അതിങ്ങനെ നേർപ്പിച്ച് കൊണ്ടുവന്നാൽ മതി. ഇവിടുന്ന് നേർപ്പിച്ച് കൊണ്ടുവരിക. കണ്ടോ ഈ തൊലി കണ്ടോ, ഇവിടെ തൊലി കണ്ടോ, ഇവിടെയും തൊലി കണ്ടോ, ആ തൊലി ഇവിടെ യോജിക്കാൻ വേണ്ടത്. പിന്നെ നമ്മൾ ഈ സയോണില്ലേ, ഈ ഒരു പീസിനാണ് സയോൺ എന്ന് പറയുക. അത് പിന്നെ കുത്തനെയൊന്നും വെച്ച് പോകരുത്. അടിഭാഗം ഏതാ നോക്കിയിട്ടൊക്കെ വേണം. നല്ല ശ്രദ്ധ ഇതിന് വേണം, കുറച്ച് ശ്രദ്ധ വേണം. ഇനി നമ്മൾ ഇത് ഇങ്ങനെ ചീന്തി കാണിച്ച് തരാം. സയോണൊക്കെ എല്ലാം കൂർപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അടുത്തത് ഇതിന് നമുക്ക് വി ആകൃതിയിലേക്ക് കട്ട് ചെയ്യണം. അങ്ങനെ ഇറക്കി വെക്കാൻ വേണ്ടിയിട്ട് അത് തുടങ്ങാം കേട്ടോ. ഇത് ഇതാ നടുക്ക് വെച്ച് താഴോട്ട് ഇങ്ങനെ ഇറക്കുക. എന്താ ഈ കത്തിയോട് ഇതാ ഇങ്ങനെ നിൽക്കുന്നത് കണ്ടോ, അടുത്തുനിന്ന് നോക്കി. ഇതാ ഈ സംഭവത്തിലേക്ക് നമ്മൾ സയോണ് കൂർപ്പിച്ച് വെച്ച സയോണില്ലേ, ഈ സയോൺ ഇങ്ങനെ മെല്ലെ ഇറക്കി വെക്കുക. ഇങ്ങനെ കത്തി നിൽക്കട്ടെ, കൈക്ക് നല്ല ശ്രദ്ധ വേണം ഇതിന്. ഇവിടെ ഭയങ്കര മഴയാണ്. ഇതാ ഇറക്കി വെച്ച് കണ്ടോ, നല്ലോണം അങ്ങോട്ട് ഇറക്കി വെക്കുക. തൊലി ഇനി നമുക്ക് ഇത് കണ്ടില്ലേ, ഇതാ അടുത്ത് നോക്കി. ഇതാ അടുത്തുനിന്ന് ഇനി നമുക്ക് ഇതിലേക്ക് പ്ലാസ്റ്റിക് കൊണ്ട് നന്നായിട്ട് അങ്ങ് ചുറ്റി കെട്ടി ശ്വാസം വിടാത്ത രീതിയിലാക്കി മാറ്റിയിട്ട് മഴ കൊള്ളാതെ വെയിൽ തട്ടാത്ത ഒരു സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ 2-3 ആഴ്ച ബോഗൺവില്ല ഒരു താമസം എടുക്കും. 2-3 ഞാൻ തക്കാളീൻ്റെ കാണിച്ചിരുന്നില്ലേ, അത് പെട്ടെന്നാകുന്നതാണ്. ഇങ്ങനെ ഞാൻ കെട്ടട്ടെ കേട്ടോ, ഒന്ന് കാണിച്ചു തന്ന്. ഇതൊക്കെ ഞാൻ ഇനി കാണിച്ചു തരില്ല, കാരണം ഇത് തന്നെ പരിപാടിയാണ്. ഇത് കെട്ടണമൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഞാൻ ഇത് കെട്ടട്ടെ. ഇപ്പോൾ നടുക്ക് ഇങ്ങനെ ഇറക്കി വി ആകൃതിയിൽ ഇറക്കിയിട്ട് ഇങ്ങനെ പൊളിച്ചിങ്ങനെ നിർത്തിയിട്ട് ഈ ചെത്തിയ ഭാഗം മെല്ലെ ഇറക്കി അവിടെ വെക്കുക. ഒരു പ്ലാസ്റ്റിക് കൊണ്ട് ഇങ്ങനെ കെട്ട്, അത്രേ വേണ്ടൂ. ഈ സയോൺ എന്ന് പറഞ്ഞ സമയത്ത് തല കുത്തനായി പോകരുതെന്ന് മാത്രം നമ്മൾ ശ്രദ്ധിക്കുക. ഇതിൻ്റെ കനവും ഒന്നായിരിക്കണം, ഒരേപോലെ, എന്നാലേ പെട്ടെന്ന് യോജിക്കുള്ളൂ. അത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി. ബോഗൺവില്ലയാണ്, വേഗം മുളച്ചോളൂ. വേഗം എന്ന് പറഞ്ഞാൽ സമയം എടുക്കൂ, എന്നാലും പിന്നെ കേടായി പോകൂല. ഇനി അവിടെ കെട്ടട്ടെ കേട്ടോ. അടിയിലൊരു ലെയർ ഞാൻ കെട്ടി, അടിയിൽ നിന്ന് മേലോട്ടാണ് കെട്ടേണ്ടത് കേട്ടോ. ഇത് ഞാൻ ഈ ഗ്രാഫ്റ്റിങ്ങിന് പറ്റിയ ഈ പ്ലാസ്റ്റിക് ഷീറ്റൊക്കെ ഉണ്ട്. ഈ സിപ്പപ്പിൻ്റെ കവറൊക്കെ ഇതിന് നല്ലതാണ്. പക്ഷേ ഞാൻ സാധാ എൻ്റെ വീട്ടിലുള്ളത് തന്നെയാണ്. അങ്ങനെ തന്നെ എൻ്റെ മറ്റേതും വിജയിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതങ്ങ് എടുത്തതാണ്. പിന്നെ ഇത് കെട്ടിയൊന്നും വേണ്ട, അവിടെ നിന്നോളൂ, ഒട്ടി അവിടെ നിന്നോളൂ. അങ്ങനെ കുറേ ഗുണങ്ങൾ ഇതിനുണ്ട്. വെള്ളം ഇറങ്ങാണ്ട് നോക്കിയാൽ മതി. വെള്ളവും കാറ്റും തട്ടാത്ത രീതിയിൽ നോക്കിയാൽ മതി. പിന്നെ നമ്മൾ ഈ മദർ പ്ലാന്റ് ഇല്ലേ, അതിന് റൂട്ട് സ്റ്റോക്ക് അത് നമ്മൾ നനച്ച് കൊടുക്കണം ഇടയ്ക്ക്. അങ്ങനത്തെ കുറേ പണികളുണ്ട്. നമ്മളിപ്പം മഴയത്ത് വെക്കുന്നില്ലല്ലോ.
ഇങ്ങനെ ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ അത് അവിടെ നിൽക്കും. ഇതാ ഇത്രേ വേണ്ടു. ഒന്ന് കഴിഞ്ഞു. ഞാൻ കെട്ടുന്ന ഈ പ്ലാസ്റ്റിക് അത് ഏതാണെന്നറിയാം, നമ്മൾ ഗൾഫിലൊക്കെ കൊണ്ടുപോകുമ്പോൾ പാക്ക് ചെയ്യുമ്പോൾ ഒട്ടിക്കാൻ വേണ്ടി മേലെ വെക്കുന്നില്ലേ, ആ പ്ലാസ്റ്റിക്കാണ് ഇത് നമ്മൾ കെട്ടേണ്ട ആവശ്യമല്ല. ഇത് കണ്ടോ, കെട്ടാണ്ട് തന്നെ അവിടെ നിന്നു. ഞാൻ അനങ്ങൂരത്, അതവിടെ നിന്നു. ഞാൻ ഇത് വാങ്ങി വെച്ചത് കൊണ്ട് പിന്നെ ഞാൻ ഗ്രാഫ്റ്റിങ്ങിൻ്റെ ഒന്നും ഞാൻ വാങ്ങാൻ പോയില്ല. അതെൻ്റെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടല്ലോ. ഇതുള്ളവർ ഇതെടുത്താലും മതി. നമുക്ക് അടുത്ത് ചെയ്യാം കേട്ടോ. ഇത് നമുക്ക് ശ്രദ്ധിക്കണം, എടുക്കുമ്പോൾ അത് നല്ല വേഗം അങ്ങ് ചുരുണ്ടൂടും. അങ്ങനെ ഇനി നമുക്ക് അടുത്തൊക്കെ ചെയ്യട്ടെ. ഇതിന് ഈ വണ്ണത്തിലുള്ളത് ചെയ്തു. ഇതിന് ഈ വണ്ണമുള്ള കമ്പിന് ഇത്രയും വണ്ണമുള്ളത് എടുത്തുള്ളൂ. നടു ചീന്തി ഇങ്ങോട്ട് ഇറക്കി വെച്ച് കണ്ടില്ലേ. ഇനി ഞാൻ പ്ലാസ്റ്റിക് കൊണ്ട് കെട്ടട്ടെ കേട്ടോ. ഇനി ഞങ്ങളെ കാണിക്കാൻ പോകുന്നത്, എന്നോട് സ്മിത ചോദിച്ചിരുന്നു നിങ്ങളെ ക്യാബേജിൻ്റെ ഒന്ന് കാണിച്ച് തരുമോ എന്നുള്ളത്. സ്മിത ക്യാബേജ് ഉണ്ടാക്കിയിട്ട് എൻ്റെ പോലെ ആയിട്ടുണ്ടോ അറിയാൻ വേണ്ടി. എന്താ അറിയില്ല, സ്മിതക്ക് 2 പ്രാവശ്യം എന്നോട് ചോദിക്കുന്നത്, എപ്പോൾ എന്നോട് മറന്നു പോകും. ഞാൻ ഇന്ന് എൻ്റെ ക്യാബേജിൻ്റെ എല്ലാം കാണിച്ച് തരാം കേട്ടോ. അപ്പോൾ സ്മിത നോക്കിക്കോട്ടോ. ഇത് ഞാൻ കഴിഞ്ഞ ആഴ്ച നട്ടതാണ്. ഇതും ഇവിടെ ഒക്കെ ഉള്ളത്. ഇത് അതിന് മുമ്പ് 2 ആഴ്ച മുമ്പ് നട്ടതായത്. ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ക്യാബേജ് ഒരേ പ്രായക്കാരല്ലാന്ന്. തിന്നുമ്പത്തിനേക്ക് ഞാൻ മരുന്നടിക്കുന്നുണ്ട്. ഒന്ന് തിന്ന് കണ്ടപ്പത്തിനേക്ക് ഞാൻ മരുന്നടിച്ച്. ഇനി അതിൻ്റെ മുമ്പ് 1 മാസമായത്. ഇതിപ്പോൾ കായ്ക്കാനായിതാ. ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വരാൻ തുടങ്ങി, യോജിക്കാൻ തുടങ്ങി. ഇതൊന്നും യോജിക്കൂല, ഇതൊക്കെ ബാക്കിൽ നിൽക്കുന്ന തന്നെ. അതുകൊണ്ട് നിങ്ങൾ വിചാരിക്കുന്നത് ഇങ്ങനെ യോജിക്കുന്ന ഇനിയാണ് വരിക. പിന്നെ ഇവിടെ ഞാൻ കായ്ച്ച ഒരു കായ പറിക്കാനുണ്ട്. ഇവിടെ ഒന്ന് ഞാൻ മഴയത്തല്ല വെച്ചത്, ഇറയത്താണ് വെച്ചത്. ഇതെൻ്റെ ബ്രൊക്കോളിനാണ്. നമുക്കിനി കായ്ച്ചോന്ന്. ഇതെന്താണെന്നറിയോ, ഇത് ഞാൻ ക്യാബേജ് വിളവെടുത്ത് കഴിഞ്ഞ് മുളച്ച് വന്നപ്പോൾ അത് വേര് പിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ ചുറ്റും വെച്ചതാണ്. ഇത് വേര് പിടിച്ചിട്ട് ഞാൻ ഇനി നടു. അങ്ങനെയാണ് എൻ്റെ ഒരേ പ്രായക്കാരെല്ലാം ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇത് മനസ്സിലായി. ഞാൻ ഭയങ്കര മഴ ഇവിടെ പുറത്ത് നോക്കട്ടെ കിട്ടുമോ എന്നുള്ളത്. ആ ക്യാബേജ് ആയത് എൻ്റെ കൂടെ കൂടി അങ്ങനെ എല്ലാം ഞാൻ പഠിപ്പിച്ച്. ഇവിടെ ഒരു ക്യാബേജ് വിളവെടുക്കാനായ ക്യാബേജ് ഞാൻ വേറൊന്ന് കാണിച്ചു തരാം. ഇവിടെ വേറൊന്ന് വിളവെടുക്കാനായ ക്യാബേജ് കണ്ടില്ലേ. ഇനി അത് വിളവെടുത്ത് കഴിഞ്ഞാൽ അതിന് നിറച്ചിങ്ങോട്ട് ചുറ്റും തൈ ഉണ്ടാവും. പിന്നെ ക്യാബേജ് നമ്മൾ സാധാ നടുന്ന സമയത്തുണ്ടാകുന്ന ക്യാബേജിൻ്റെ അത്ര വണ്ണമല്ലെങ്കിലും നമുക്ക് 2 തോരനൊക്കെ അത് മതിയാവും. അതുപോലെ നമ്മൾ നട്ടുണ്ടാക്കുന്നതല്ല വിഷരഹിത പച്ചക്കറി. പിന്നെ ഇതെല്ലാം 4 ഞാൻ നല്ല ഫിറ്റിൽ കെട്ടി. ഈ കെട്ടുമ്പോഴാണ് പഠിത്തമുള്ളത്. ഇത് പിന്നെ കട്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഒരേ കനത്തിലാവണം. അത്രയും കാര്യം ശ്രദ്ധിച്ചാൽ മതി. തൊലി കളയരുത്, അത്രയും കാര്യം ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ എൻ്റെ ഗ്രാഫ്റ്റിംഗ് വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ് തന്നെ സപ്പോർട്ട് ചെയ്യണേ. ബൈ എല്ലാവരും. അസ്സലാമു അലൈക്കും.